നീണ്ട 6-7-8 മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞാൻ നാട്ടിലേക്ക് പോവാണ്. രാവിലെ ഒരു ബേബയുടെ സഹായം തേടി പെട്ടിയൊക്കെ ചുമന്ന് ഹാർബറിൽ ചെന്നു. ഹാർബറിൽ നിന്ന് 6 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് അല്ലല്ലോ, ബോട്ട്. അങ്ങനെ കടൽ കിടന്നു. അപ്പോഴത്തേക്ക് നേരമൊക്കെ വെളുത്ത് കേട്ടോ. അങ്ങനെ ബോട്ടിൽ കയറി ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ആ സൺസെറ്റൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്തൊക്കെയൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. ആരെയൊക്കെയൊക്കെയോ കാണണം. ഒരുപാട് പ്രതീക്ഷകളും അറിയില്ല, കുറേ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. അങ്ങനെ നമ്മുടെ മാലയിലുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ആദ്യമേ ചെന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ടാക്സി വിളിച്ചിട്ടാണ് ഞാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയത്. ബോട്ട് അന്ന് ഹാർബറിൽ വേറൊരു ഹാർബറിലാണ് നിർത്തിയത്. എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഹാർബറിൽ ഞാൻ വന്ന ലോഞ്ച് നിർത്തിയില്ല. അങ്ങനെ അതിൻ്റെ ആ ഭംഗിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആകെ സന്തോഷം. പിന്നെ അവിടെ പോയി രാവിലെ ഒന്നും കഴിക്കാണ്ടല്ലേ ഇറങ്ങി. അപ്പോൾ അവിടെ പോയി അവിടുത്തെ മെസ്സിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് എനിക്ക് വഴി വെച്ചൊരു കൂട്ടുകാരി ചേച്ചിയെ കിട്ടി. അങ്ങനെ അവിടുത്തെ ലോഞ്ചിൽ കയറി അവിടെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം പിന്നെ അതാ മദ്യക്കുപ്പികളുടെ മേളം. ഡ്യൂട്ടി ഫ്രീയിൽ മദ്യം എടുക്കാനായിട്ടൊക്കെ എല്ലാവരും പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ആ മദ്യത്തിൻ്റെ ആവശ്യം വേണ്ടുന്നില്ല. എന്നെയും കാത്ത് അച്ഛനോട് വാതിക്കെ നിൽക്കും. അപ്പോൾ ഞാൻ കുപ്പിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ തല വെട്ടത്തല്ലേ. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ പോവുകയായിരുന്നു. ഇത് ഞാൻ എടുത്ത വീഡിയോ അല്ല. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. എൻ്റെ അടുത്തിരുന്ന ചേട്ടനെ എടുക്കുന്ന വീഡിയോ കണ്ടിട്ട് ഞാനാണെങ്കിൽ ചോദിച്ച് വാങ്ങിയതാണ്. ചേട്ടാ ഒന്ന് എയർ ഡ്രോപ്പ് ചെയ്ത് തരാമോ എന്ന് കെഞ്ചി ചോദിച്ച് വാങ്ങിയ വീഡിയോസാണ്. ചേട്ടൻ നല്ല ഭംഗിയായിട്ട് എടുത്തു. ഞാനെടുത്ത എത്ര നന്നായി കിട്ടത്തില്ല. അങ്ങനെ ഇരുന്നിരുന്ന് അവസാനം നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. കൊച്ചിയിലേക്കായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അത് കണ്ട് അവിടുത്തെ എയർപോർട്ടൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ എന്തൊരാശ്വാസമായിരുന്നു. അങ്ങനെ അവിടുത്തെ എയർപോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ കൂടെ വഴിയിൽ നിന്ന് കിട്ടി എൻ്റെ നേഴ്സ് ചേച്ചി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കര എക്സൈറ്റഡായിട്ട് നമ്മുടെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് വീട്ടുകാരെ കാണാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അച്ഛനെ കണ്ട എക്സൈറ്റ്മെൻറ്റ് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു ടാക്സിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. പിന്നെ അച്ഛൻ എനിക്ക് ആ ദോശ തിന്നാനുള്ള എൻ്റെ കൊതി കാരണം ഞങ്ങളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ദോശയൊക്കെ കഴിച്ച് അതിനുശേഷം അവിടുത്തെ റെസ്റ്റിംഗ് റൂമിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് വൈകുന്നേരം സന്ധ്യയ്ക്കായിരുന്നു ട്രെയിൻ. ആ സന്ധ്യയ്ക്കുള്ള ട്രെയിനിൽ ഇങ്ങനെ വരികയാണ്. ആ ട്രെയിൻ എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലെത്തും. അങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിൻ്റെ അടുത്ത് നിന്ന് വണ്ടി കയറി വണ്ടിയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ്. ഞാൻ പുറത്തിറങ്ങിയെന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി. ഏറെക്കാലത്തിന് ശേഷം ഇന്ദുചൂടൻ തിരുമ്പി വന്നച്ച്. വീട് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം ചില്ലറയൊന്നും ആയിരുന്നില്ല. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്നെ കത്ത് പടിവാതിലിൽ എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ നിൽപ്പുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ ഞാൻ മറ്റേ ബീജിയമൊക്കെ ഇനി കണ്ണീരൊന്നും വേണ്ട എന്ന ബീജിയം പ്രതീക്ഷിച്ച് നിൽക്കും. പക്ഷെ ഇവർക്കൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നു. 7 മാസം ഒന്നൊരു നീണ്ട സമയമല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ ആ നിമിഷത്തിൽ മനസ്സിലാക്കി. എനിക്ക് മാത്രമായിരുന്നു അതൊരു നീണ്ട കാലം. അങ്ങനെ എൻ്റെ റൂമിലും എത്തി. എൻ്റെ വാങ്ങു പോലെ ഞാൻ ഈ കണ്ട കാലത്തൊന്നും അത്രയും വേറൊന്നും മിസ് ചെയ്തില്ല. റൂമിൽ വന്ന് ആ കട്ടിലേക്ക് കിടന്നൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് കൊതിക്കായിരുന്നു. റൂമിലെത്തിക്കഴിഞ്ഞാണ് എനിക്ക് ആ ഒരു സന്തോഷം കിട്ടിയത്. എല്ലാം കഴിഞ്ഞ റൂമിലേക്ക് പ്രത്യേക സുഖമായിരുന്നു. അങ്ങനെ ഞാനെൻ്റെ വീടെത്തി. ഗൈസ്, ഫ്രണ്ട്സ്, ഐ ആം ബാക്ക്.